ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി എങ്ങനെയാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ രണ്ടുപേരുടെയും എനർജി ഏത് തരത്തിലാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളതാണ്. Death and rebirth, Queen of Wands, Ten of Wands, Ten of Swords, Nine of Wands, Magician, Three of Swords, Temperance, Knight of Pentacles, Seven of Swords, Page of Pentacles. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സോസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടയേർഡായിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടി ബാലൻസിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ഒരു ഹീലിങ്ങിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്ന എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഒരു പെയിൻഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ അത്രയധികം വേദനിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് കാണാം. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വൂണ്ട് അല്ലെങ്കിൽ ആ ഒരു ട്രോമ നിങ്ങളുടെ മനസ്സിനകത്തുണ്ട്, അത് പോയിട്ടില്ല. ആ ഒരു കാര്യം ഇപ്പോഴും അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം. സ്പിരിച്വലി ചിലപ്പോൾ കുറച്ചും കൂടി ആ ഒരു വഴിയിലൂടെ പോകാൻ ശ്രമിക്കുന്നുണ്ടാവാം. ലോജിക്കൽ വൈസ് ചിലപ്പോൾ ഒന്നും കൂടി ആ ഒരു മാർഗത്തിലൂടെ ചിന്തിക്കാനോ അല്ലെങ്കിൽ ഇമോഷൻസിനേക്കാളും വലുത് ലോജിക്കാണെന്ന് ചിന്തിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷേ ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു പെയിൻ പോയിട്ടില്ല. ആ ഒരു വൂണ്ട് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അത് ഹീൽ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോഴും അതിൻ്റേതായിട്ടുള്ള പല കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു ശേഷിപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ല, എന്ന് പറഞ്ഞതുപോലെയുള്ളൊരവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല വളരെയധികം ടയേർഡാണ്. ചിലപ്പോൾ റിലേഷൻഷിപ്പിനോടൊപ്പം തന്നെ ലൈഫിൽ ഒരുപാട് പ്രാരാബ്ധങ്ങൾ, ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം. അതിനിടയിലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തും ഒരുപാട് ഫോക്കസ് കൊടുത്തത്. അപ്പോൾ ആകെ മൊത്തം പല കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ഒരു ഫെഡപ്പ് ആയിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് നല്ലതുപോലെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു 10 ഓഫ് വാണ്ട്സ് ആൻഡ് 10 ഓഫ് സോഡ്സ് എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവാം ഇതിൻ്റെ വേദനയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞു, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഞാനൊന്നും അനുഭവിക്കാനില്ല എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുള്ള വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ്. മാത്രമല്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നോ കോൺടാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇരിക്കുന്നവരായിരിക്കണം. കാരണം അത്രയും വലിയൊരു അവസ്ഥ നമുക്കിവിടെ കാണാം. ഒട്ടും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാതിരിക്കുന്ന ആ ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അത്രയേറെ ഒരു വൂണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്കാർ ഇപ്പോഴും മനസ്സിനകത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരനുഭവിച്ചിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആംഗിളിൽ നിന്ന് ഈ ഒരു പേഴ്സണെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ അറിയാൻ ശ്രമിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ വളരെയധികം എനർജറ്റിക് ആയിട്ട് വൈബ്രൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തരത്തിലിരിക്കും, നിങ്ങൾ ഒരുപാട് ഒരു വിഷമത്തിലും അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അത് ഒരുപക്ഷെ നിങ്ങളുടെ തോന്നലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ അറിയാൻ കഴിയുന്നതായിരിക്കാം. ആ ഒരു പേഴ്സൺ വളരെ ഹാപ്പിയാണ് അല്ലെങ്കിൽ അവർ വളരെ എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മളിവിടെ കണ്ടതുപോലെ അത്രയും തളർന്നു പോകുന്ന ഒരവസ്ഥയായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ നല്ലതുപോലെ കാണാം. മെയിൻലി നമ്മളിവിടെ എടുത്ത് പറയേണ്ടതെന്ന് പറയുന്നത് ഒരു വശത്തെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ളൊരു കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും മനസ്സിനകത്ത് നല്ലോണം മുറിവേറ്റ വ്യക്തികളാണ്. അതിന് ഇതുവരെ ഒരു ശമനം ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു
റെമഡിയാണ്, ഒരു പരിഹാരമായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. നിങ്ങൾ ബാലൻസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ട് നിങ്ങൾ വിചാരിച്ചതുപോലെ ആവാൻ കഴിയുന്നുണ്ടാവില്ല. മാത്രമല്ല നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവാം, ആഫ്റ്റർ ഓൾ എല്ലാം എൻ്റെ കൈകളിൽ തന്നെയാണ്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സുഖവും സന്തോഷമൊക്കെ എനിക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവാം. ഇടയ്ക്ക് നമുക്ക് ഇവിടെ പവർ ഫെയിലിയർ ഉണ്ടാവുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു ശുഭപ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ മാറി മറിയുന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്നാൽ അനുഭവിച്ചിട്ടുള്ള ഒരു പെയിൻ കാര്യങ്ങളൊന്നും മറക്കാനായിട്ട് കഴിയുന്നുമില്ല. ആ ഒരു മൈൻഡ് സെറ്റിൽ പോകുന്ന ഒരു എനർജി ആയിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും വല്ലാത്തൊരു തരം ലോൺലിനെസ് ഇപ്പോൾ അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ്. നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമവും പെയിനും അതും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ പല ആംഗിളിലും ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ എവിടേക്കോ ഒരു ശുഭപ്രതീക്ഷയുണ്ട്. മാത്രമല്ല ഒരു ഇപ്പോഴത്തെ എനർജിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ തന്നെ നിങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത്, കാര്യങ്ങൾ കുറച്ച് ഡിലേ ആയാലും വേണ്ടില്ല, എല്ലാം നല്ല രീതിയിലായി തീർന്നാൽ മതി. ചിലപ്പോൾ ഒരു തിരക്ക് വേണം, അല്ലെങ്കിൽ ഒരു ഹറിബറി വേണം എന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു മനസ്ഥിതി ആയിരുന്നെങ്കിൽ അതെല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ട്. കുറച്ചൊരു സമയം എടുത്താലും ഒരു നമ്മൾ പറയുന്ന പോലെ ഒരു സ്റ്റെബിലിറ്റിയോട് കൂടി, അല്ലെങ്കിൽ നല്ലൊരു കമ്മിറ്റ്മെൻറ്റോട് കൂടി ഇത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ള ഒരു ചിന്താഗതി നമുക്കിവിടെ കാണാം. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തും എന്തെങ്കിലും ന്യായമുണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെയുള്ളൊരു ചിന്താഗതി വരുന്നത്. കാരണം നമുക്ക് അത്രയേറെ വേദന തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഡീപ്പ് വൂണ്ടായിട്ട് ഇപ്പോഴും മനസ്സിനകത്തൊരു കാര്യം കിടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അത് പ്രൊസീഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. സ്വയം ഹീൽ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും റിലേഷൻഷിപ്പ് കൈവിട്ടിട്ടില്ല. അതിനകത്ത് ഇപ്പോഴും ആ ഒരു പിടുത്തം ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ ഇപ്പോഴും മനസ്സിനകത്തുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു ബന്ധം നിങ്ങൾക്ക് അത്രയും വിലപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അത്രയും വിലപ്പെട്ടതാണ്. അതുകൊണ്ടല്ലേ അത് ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കുറച്ചൊന്ന് കാത്തിരുന്ന് കഴിഞ്ഞാലും നല്ലതുപോലെ കാര്യങ്ങൾ മാറി മറിഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ള ഒരു ചിന്താഗതി, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ ഒരു ദൃഢതയോടുകൂടി ഇത് വന്നാൽ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയും നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്ന ഒന്നാണ്. ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ഒരു ഫസ്റ്റ് എനർജിയിൽ തന്നെ നമുക്ക് കാണാം ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ഇത് എത്ര അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സിനകത്ത് അത് പുനർജനിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കത് വിട്ട് കളയാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു റീബർത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ട് തന്നെ നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ഒന്നും ഈ ഒരു പേഴ്സണോട് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അതെല്ലാം ഹൈഡ് ചെയ്ത് പോകുന്നൊരവസ്ഥയാണ്. നിങ്ങളുടെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു സ്വപ്നം ഉണ്ടെന്നോ, അല്ലെങ്കിൽ നിങ്ങളിതിനകത്ത് ഒരു ഭാവി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കുറച്ചൊന്ന് സ്ലോ ആയിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാം കലങ്ങി തെളിയുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നതെന്നോ അങ്ങനെയൊന്നും ആരെ അറിയിക്കുന്നുണ്ടാവില്ല. ഈ ഒരു വ്യക്തിയെ ചിലപ്പോൾ അറിയിക്കണമെന്നില്ല. എന്താണെന്നുണ്ടെങ്കിൽ ഇവരിൽ നിന്നൊരു മെസ്സേജ്, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി നമുക്ക് കാണാം. അതായത് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പിന്നീട് മതി, അല്ലെങ്കിൽ വളരെ സ്റ്റേബിളായിട്ട് പോകുന്ന കാര്യം പിന്നെ മതി. പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ആ ഒരു ചിന്താഗതിയുള്ള ആരുടെയൊക്കെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഉള്ളിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ അത്രയും ആ ഒരു പെയിൻ കാര്യങ്ങളും കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ്. എങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനെയും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നില്ലെങ്കിൽ അവരുടെ ഭാഗത്തും എന്തെങ്കിലുമൊക്കെ ഒരു ന്യായമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ട് എന്ന് എനിക്ക് അറിയാമെന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള അന്ധമായിട്ടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പേഴ്സൺസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. Queen of Cups, Star, Two of Wands, Three of Cups, Five of Cups, Devil, World, Princess of Pentacles, High Priestess, Five of Swords, Three of Wands, Ten of Wands,
Seven of Wands, Empress, Eight of Pentacles, Chariot, and Ace of Pentacles. അപ്പോൾ ഇവരുടെ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക്. അത് നമുക്ക് നല്ലതുപോലെ കാണാം. ആ ഒരു ലോസ് ഫീലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു മിസ്സിങ്, പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉള്ള സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അത് മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് അവർക്ക് ഒരുപാടുള്ളതായിട്ട് തന്നെ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. മാത്രമല്ല, നിങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ വ്യക്തിക്കും നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചുള്ളൊരു ചിന്താഗതി ഉണ്ട്. ഇവിടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ പോലെ ഒരു പ്ലാനിങ് എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ ഒരു വ്യക്തി കുറച്ച് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ചിന്താഗതി, അല്ലെങ്കിൽ എങ്ങനെ ഇത് പ്രൊസീഡ് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ആലോചന ഇവരിലുള്ളതായിട്ട് കാണാം. മാത്രമല്ല, ഈ ഒരു ബന്ധത്തിലൊരു ഹോപ്പ് അവർ ഇപ്പോഴും വെക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിന്നതുകൊണ്ടോ, അല്ലെങ്കിൽ അവർ കുറച്ചൊന്ന് സെൽഫിഷായിട്ട് ചിന്തിച്ചത് കൊണ്ടൊക്കെ ബ്രേക്കായി പോയിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം. അതിൻ്റേതായിട്ടുള്ള ഒരു നിരാശ, വിഷമം, കുറ്റബോധം, അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു എനർജി ഞാനായിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല, ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വാഗ്വാദമോ അല്ലെങ്കിൽ വലിയൊരു ഫൈറ്റിനൊക്കെ ശേഷം നമ്മൾ അടിച്ചു പിരിയുക എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ തമ്മിലുള്ള അകൽച്ച വന്നിട്ടുണ്ടാകുന്നത്. വലിയൊരു ഫൈറ്റ് എന്തിൻ്റെങ്കിലും പേരിൽ നടന്നിട്ടുണ്ടാവാം. അത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് ആ ഒരു റിഗ്രറ്റ് ഫീലിങ്ങും കൂടി കിടക്കുന്നത്. ഇവരായിരിക്കാം ചിലപ്പോൾ ഇവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടാവണമെന്നില്ല, പക്ഷേ ആ ഒരു സമയത്ത് അവരതൊന്നും അംഗീകരിക്കാതെ ഒരു ഉം, എന്താ പറയുക, ഫോൾസ് വിക്ടറിക്ക് വേണ്ടിയിട്ട് വാശി പിടിച്ചിട്ടുണ്ടാവാം, വലിയ ഫൈറ്റിലേക്ക് പോയിട്ടുണ്ടാവാം. അപ്പോൾ അതെല്ലാം അവരുടെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ട്. പല കാര്യങ്ങളും വേണ്ടിയില്ലായിരുന്നു എന്നുള്ള ഒരു തോന്നൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേഴ്സൺ എനർജിയാണ്. പക്ഷേ സ്റ്റിൽ ഈ വ്യക്തിയുടെ മനസ്സിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ ഒരു ഹോപ്പ് ഉണ്ട്. ഹോപ്പ് മാത്രമല്ല, അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി കാണാം. മാത്രമല്ല, നിങ്ങളുമായിട്ടൊരു നോ കോണ്ടാക്റ്റിലാണ്, അല്ലെങ്കിൽ തീർത്ത് വന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ടുള്ള ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ഏർജ് അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങളുടെയും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെയും ആ ഒരു ഫീലിങ്സിനകത്ത് ഒരുപോലെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ചില എനർജീസിനുള്ള സിമിലാരിറ്റി നമുക്കിവിടെ കാണാം. അതായത്, നിങ്ങൾ ഇവരിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വലിയൊരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റിയിൽ അതിലേക്ക് പോകലൊക്കെ പിന്നെ മതി. പക്ഷേ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും അവരിൽ നിന്നൊരു ഉം, ഉറപ്പ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ കിട്ടിയെങ്കിൽ മതിയായിരുന്നു എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തും കാണാം. ഇവരും സെയിം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനായിട്ട്, അല്ലെങ്കിൽ ഒരു ബേബി സ്റ്റെപ്പ് എടുത്ത് വെച്ച് മുന്നോട്ട് വരാനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ചിന്താഗതി തീർച്ചയായിട്ടും ഈ വ്യക്തിക്കും ഉണ്ട്. അതാണ് രണ്ടുപേർക്കും സിമിലർ ആയിട്ടുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി ഇവിടെ ആ ഒരു നഷ്ടബോധം, നിരാശ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു മിസ്സിംഗ് ഫീലിംഗ് ആണ് കാണുന്നത്. നിങ്ങളുടെ എനർജിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ളൊരു ഡീപ്പ് വൂണ്ട്, അല്ലെങ്കിൽ ആ ഒരു പെയിനാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഈ പറഞ്ഞ മിസ്സിംഗ് ഉണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ എവിടേക്കോ ഒരു പ്രതീക്ഷയിൽ പോകുന്നുണ്ടാവാം. പക്ഷേ അവിടെ എടുത്ത് നിൽക്കുന്ന ഒരു ഫാക്ടർ നിങ്ങളുടെ എനർജിയിൽ മാനസികമായിട്ട് അനുഭവിച്ച ആ ഒരു വേദന, ആ ഒരു പെയിനൊക്കെയാണ്. ഇവരുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ കൂടുതലും ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നായിരിക്കണം അങ്ങനെയുള്ള ഒരു തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു കണക്ഷനകത്ത് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴുള്ള ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സൈക്കിൾ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടായിക്കോട്ടെ, അതൊന്ന് എൻഡ് ചെയ്താൽ മതിയായിരുന്നു. ഇതിനകത്ത് ഒരു പുത്തൻ ഉണർവെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനെയുള്ളൊരു മാറ്റം ഉണ്ടായാൽ നല്ലതാണെന്നുള്ള ഒരു ചിന്താഗതി ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഇവരുടെ ഒരു എനർജിയിൽ പറഞ്ഞ ഒരു കാര്യം, ഇവരും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകണം. ആ ഒരു കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മുന്നിലേക്ക് വരാനുള്ള ഒരു പ്രവണത നമുക്ക് ഇവരുടെ ഭാഗത്തു നിന്ന് കാണാം. പക്ഷേ നിങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ മറ്റൊരു സിമിലാരിറ്റി, ഇവരും ഇതൊന്നും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു മനസ്സിനകത്തുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു ഇമോഷൻസ് അവരും ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ നമ്മളവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു നോ കോൺടാക്റ്റിൽ ഇരിക്കുന്ന ഒരു സമയത്ത് രണ്ട് പേർക്കും പല പല ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, ആക്ഷൻ എടുത്താൽ കൊള്ളാമെന്നുണ്ട്, ഇങ്ങനെയുള്ള ചിന്താഗതികൾ ഉണ്ടായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇത് അറിയിക്കാതെ സൈലൻ്റായിട്ട് വെക്കുന്നു എന്ന് പറയുമ്പോൾ, ഇതെല്ലാം
ആ ഒരു സൈലൻസിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം ആരെങ്കിലും ഒരാൾ ഇതിനകത്ത് ആക്ഷൻ എടുക്കുകയോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ഇമോഷൻസ് അങ്ങോട്ട് അറിയിക്കുകയോ, തെറ്റ് പറ്റിയെങ്കിൽ അതിനൊരു ക്ഷമ ചോദിക്കുകയോ, എന്തായിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൺവേ ചെയ്യുമ്പോഴാണ് അത് മുന്നോട്ട് വരാനായിട്ട് കഴിയുക. പക്ഷെ പലവിധ കാരണങ്ങൾ കൊണ്ട് ഇത് ഉള്ളിലകത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ ഒരു മാറാം, അല്ലെങ്കിൽ ആ ഒരു ബാരിയർ നിങ്ങൾക്കിടയിൽ ഓട്ടോമാറ്റിക്കലി വന്ന് സംഭവിക്കുകയാണ്. ചിലർക്കൊരു കാര്യമുണ്ട്, ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻ്റ് കാര്യങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കും പറഞ്ഞ് പറഞ്ഞ് കാട് കയറുക എന്ന് പറയുന്നത് പോലെ എന്തും വിളിച്ച് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എത്ര അടുത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഇൻറ്റിമസിയോ കാര്യങ്ങളോ നോക്കണമെന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എന്തും വിളിച്ച് പറയുന്ന വ്യക്തികളൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് അവരൊന്ന് ആലോചിക്കുമ്പോഴായിരിക്കും അതൊന്നും വേണ്ടിയില്ലായിരുന്നു, അല്ലെങ്കിൽ അത് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി, ഇങ്ങനെ വേണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഒരു ചിന്ത വരുന്നത്. പക്ഷേ ആ ഒരു ഫൈറ്റ് മോഡിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റ്സിലൊക്കെ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മ വരില്ല. അത് പിന്നീട് വലിയൊരു അനർത്ഥങ്ങൾ ഉണ്ടാക്കി ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു റിഗ്രറ്റും ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു എനർജിയിൽ നമ്മൾ ആ ഒരു അത്രയും പെയിൻ നിങ്ങൾ അനുഭവിച്ചു, അല്ലെങ്കിൽ വേദന അനുഭവിച്ചു എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളെ മുറിവേൽപ്പിക്കത്തക്കതായിട്ടുള്ള എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു എനർജിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു കണ്ണിൽ അത്രയും ഒരു നല്ലൊരു വ്യക്തിയായിട്ട് അവർക്ക് നിങ്ങളെ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ആ ഒരു പേഴ്സൺ ഒരുപാട് ചിലപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരെ ഒരുപാട് ഒരു കംഫർട്ട് സോണിൽ കൊണ്ടുപോയിട്ടുണ്ടാവാം. അവർക്ക് വേണ്ടുന്ന ഹെൽപ്പ് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളപ്പോൾ ചെയ്തു കൊടുത്തൊരു വ്യക്തിയായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർമ്മയുള്ളതായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അവർ നോക്കിക്കാണുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഫൈറ്റ് മോഡിൽ ചിലപ്പോൾ ഇതൊന്നും ഓർക്കണമെന്നില്ല. അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് വരുമ്പോഴായിരിക്കും പല കാര്യങ്ങളും നമ്മൾ തന്നെ റിയലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ഹെൽപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്ത് കൊണ്ട് നടന്നതായിക്കോട്ടെ, അതൊക്കെ അവർക്ക് നേരത്തെയും ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു സെപ്പറേഷനോ കാര്യങ്ങളോ ഒക്കെ തന്നെ ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള എനർജിയൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഒരു പ്രഷറുള്ളൊരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തിയും പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവരും പല ഭാഗത്തു നിന്ന് അവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ വർക്ക് പ്രഷറോ മറ്റ് പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഉണ്ടാവാം. ചിലപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയായിരിക്കാം നിങ്ങളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവർ കുറച്ചൊന്ന് സെൽഫിഷായിട്ട് ചിന്തിച്ചത് കൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു ഇൻസിഡൻ്റൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ കറൻറ്റ്ലി ഈ ഒരു പേഴ്സണ് തോന്നുന്നത് ഇതെല്ലാം ഞാൻ ഡിഫെൻഡ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തടസ്സം വന്നപ്പോഴത്തേക്കും ഞാൻ ആ ഒരു തടസ്സം ഉണ്ടെന്ന് പറഞ്ഞ് വഴിമാറി പോവല്ലായിരുന്നു വേണ്ടത്. പക്ഷേ അതായിട്ട് പ്രതികരിക്കണമായിരുന്നു, അല്ലെങ്കിൽ എതിർത്ത് നിൽക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും കാണാം. അപ്പോൾ നമ്മൾ കറൻറ്റ് എനർജിയിലുള്ള രീതിയിലാണ് കാര്യങ്ങൾ നോക്കുന്നതെങ്കിൽ പോലും ഒരുപക്ഷേ ഈ ഒരു പേഴ്സണ് നേരത്തെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അടിക്കടി വരുന്നുണ്ടാവാം. അല്ലെങ്കിൽ അവർ പോലും നിയന്ത്രിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു കുറ്റബോധം ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും തീർച്ചയായിട്ടും വരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു റിഫ്ലക്ഷനൊക്കെ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ തോന്നുന്നത് ഇതിനകത്ത് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കണം, ഒരു ആക്ഷൻ എടുക്കേണ്ടുന്ന എനർജീസൊക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. അവരുടെ ഭാഗത്ത് നിന്ന് സ്റ്റണ്ടായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് നമുക്കിവിടെ ലാസ്റ്റൊക്കെ കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങൾക്കൊരു ഓഫർ തന്നാലോ എന്നൊക്കെയുള്ളൊരു ചിന്താഗതി ഇവരുടെ മനസ്സിനകത്തുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെ പോലെ തന്നെ അവരും അവരുടെ ഇമോഷൻസ്, അല്ലെങ്കിൽ അവർക്ക് എന്താണോ മനസ്സിനകത്ത് തോന്നുന്നത് അത് അങ്ങോട്ട് അറിയിക്കാതെ ഉള്ളിൽ സ്വയം ഒതുക്കിയിരിക്കുന്ന ഒരവസ്ഥയാണെന്നുള്ളത്. ചിലപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു സെപ്പറേഷനൊക്കെ നീണ്ടു പോയിട്ടുള്ളത്. പല കാര്യങ്ങൾ തോന്നുന്നുണ്ട്, അവരുടെ ഒരു തെറ്റ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് അവർ പറയുമ്പോഴാണല്ലോ അതിനൊരത്ത് ഒരു കോംപ്രമൈസ്, അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് രണ്ടുപേരും ശ്രമിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്ന ഒരവസ്ഥയും കൂടി ആയിരിക്കാം. ഇവിടെയുള്ള എനർജീസൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഓവറോളായിട്ട് ഇവരുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫ്യൂച്ചറിനെ കുറിച്ച് മനസ്സിനകത്തൊരു കാൽക്കുലേഷൻ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ പല രീതിയിൽ ആലോചിച്ച് നോക്കുന്നുണ്ട്, ഒരു ഹോപ്പ് ഉണ്ട്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഈ പറഞ്ഞതുപോലെ ഒന്ന് സ്റ്റണ്ടായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ മൈൻഡിലുള്ളതൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ മാറി മറിഞ്ഞ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതലൊരു ഫോക്കസ് കൊടുത്ത് പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും ചിന്തകൾ വരുന്നു, മനസ്സിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, പക്ഷേ നമ്മളുടെ ആ ഒരു ഡെയിലി റുട്ടീനുമായിട്ട് പോകുന്ന ഒരു അവസ്ഥയിലൂടെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ സഞ്ചരിച്ചിട്ടുണ്ടാകുന്നത്. ഇപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ ഒരു ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമോഷൻസ് ഹൈഡ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നലും ഈ വ്യക്തിക്കുണ്ട്. പക്ഷേ അതവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി ആയതുകൊണ്ട് ഇത് മാറാൻ പാടില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം
വേരിയേഷൻസ് തീർച്ചയായിട്ടും സംഭവിക്കാം. ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ചിന്ത വന്നിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ അത് സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുമ്പോഴാണ് അത് തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുത്തവർക്ക് വരാനുള്ള ഒരു പ്രേരണയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. വീണ്ടും ഒരു റീതിങ്കിങ്ങിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്ഷൻ എടുക്കാൻ സാധിക്കണമെന്നില്ല. എന്താണെന്നുണ്ടെങ്കിലും ഒരു കാര്യം ഇവിടെ നമുക്ക് എവിഡൻ്റ് ആയിട്ട് കാണാം. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യും. നിങ്ങളുടെ ഒരു വാല്യൂ എന്താണെന്ന് ഈ സെപ്പറേഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അവർ കൂടുതലായിട്ടും നിങ്ങളെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നില്ല, ആഗ്രഹിക്കുന്നവരുടെ എനർജിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ സ്പ്രെഡാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എത്ര പേരുണ്ടായാലും അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരിൽ നിന്ന് എത്രയൊക്കെ ഹേർട്ട് കിട്ടിയെന്ന് പറഞ്ഞാലും എനിക്ക് ആ ഒരു പേഴ്സൺ വേണം എന്നുള്ളതുകൊണ്ട് ആഗ്രഹിക്കുന്നവരുടെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് വിശ്വാസത്തോടു കൂടി ക്ലെയിം ചെയ്യുക, വിശ്വാസത്തോടു കൂടി മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.